അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൽ ഒത്തിരി കറികളുണ്ട് കേട്ടോ. അപ്പോൾ ചോറുണ്ടായിരുന്നു, പരിപ്പ് വെച്ചതെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ പിറന്നാളായിരുന്നു. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട അത് പരിപ്പും പപ്പടവുമാണ്. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് വെച്ചു. പിന്നെ ഇതാ പടവലവും കായും ഇട്ടുള്ള തോരനുണ്ടായിരുന്നു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, മാങ്ങാച്ചാറ്, നല്ല വലിയ വാള പുളിയും മുളകും വെച്ചതുണ്ടായിരുന്നു. പിന്നെ നോക്കിയേ, അത് കഴിഞ്ഞ് നല്ല നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണായിരുന്നു. പിന്നെ പാവയ്ക്ക ഒരു കറി പോലെ വെച്ചത്, അത് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ വീഡിയോ എടുത്തപ്പോഴേ ഒരു ഇച്ചിരി സൂമായിപ്പോയി, അതുകൊണ്ടാണ് ഇത്ര അടുത്ത് കാണുന്നത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇത്രയും കറികളൊക്കെ കഴിച്ചുള്ള കൊളസ്ട്രോളൊക്കെ കൂട്ടി വയ്ക്കാവോ എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഉച്ചയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് വൈകിട്ട് ലിമിറ്റഡ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ഒത്തിരി കറികളുമായിട്ട് കൂട്ടി കഴിക്കാൻ നല്ല സുഖമാണല്ലേ. കുറച്ച് ചോറും ഈ കുറച്ച് കറികളുമായിട്ടൊക്കെ കൂട്ടി കഴിക്കണം, അതൊരു വൈബാണ്. നമ്മളുണ്ടാക്കുന്ന ഫുഡല്ലേ. അപ്പോൾ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നേ.